സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, നബിയെ, തങ്ങളിലേക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ആ തങ്ങൾക്ക് ഞാൻ ഓതിത്തരികയോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നി അഷ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു എന്നായിരുന്നു. ഞാനങ്ങനെ സൂറത്തുൻ നിസാ ഓതിക്കൊടുത്തു. അതിലെ ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദാ, നബിയെ, എല്ലാ ഉമ്മത്തിൽ നിന്നും നാം സാക്ഷിയെ കൊണ്ടുവരും, എല്ലാവർക്കുമേലും സാക്ഷിയായി നബിയെ തങ്ങളെ നാം കൊണ്ടുവരും എന്ന ആയത്തെത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു, കുഫ, നിർത്തിക്കോളൂ. ഞാൻ ആ പുന്നാരമുഖത്തേക്ക് നോക്കുമ്പോൾ ഫറഅയ്തു ഐനൈഹി തദ്രിഫാനി, അവിടുത്തെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലാണ് നമ്മളുള്ളത്. ഖുർആൻ എന്തുമാത്രം മധുരമാണ്! ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലത്ത് സമാധാനത്തിനും സന്തോഷത്തിനും നല്ല ജീവിതത്തിനും അതിനുമപ്പുറം നല്ലൊരു ശാശ്വത പരലോക ജീവിതത്തിനും വേണ്ടി എന്തെല്ലാം സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നിറച്ചു വച്ചിട്ടുള്ളത്. അത് പാരായണം ചെയ്യാനും പഠിക്കാനും ഈ വിശുദ്ധ മാസം നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താനാകണം. ഖുർആൻ പാരായണത്തിന് വലിയ ഫലങ്ങളുണ്ട് എന്നതിലപ്പുറം അത് കേൾക്കുന്നതിനും വലിയ അസറുണ്ട്, ഫലമുണ്ട് എന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമാധാനത്തോടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അല്പസമയം വിശുദ്ധ ഖുർആനിന് മുമ്പിലിരിക്കാൻ നമുക്കവസരം ലഭിച്ചാൽ നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ വരും, ജീവിതത്തിൽ സമാധാനം വരും. അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനായാൽ നമ്മുടെ കണ്ണും ഖൽബും നിറയും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കണ്ണു നിറച്ചു കരഞ്ഞുപോയത്. തങ്ങൾ ഓർമ്മിക്കുന്നത്, എല്ലാ ഉമ്മത്തിനും സാക്ഷികൾ വരും, അവർക്കെല്ലാം മേലെ സാക്ഷിയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. ആ വിശുദ്ധമായ കാലത്തേക്കു വേണ്ടി, ലോകത്തേക്കു വേണ്ടി ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങളും, ഇത്രയും ഗൗരവമേറിയ പരലോകത്തേക്കു വേണ്ടി കഠിനമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങളത് ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്തതിലുള്ള വ്യാകുലതകളുമൊക്കെ തങ്ങളെ കരയിപ്പിച്ചിരിക്കാം. എന്താണെങ്കിലും വിശുദ്ധ ഖുർആൻ മനസ്സിനെന്തുമാത്രം സമാധാനമാണ് നൽകുന്നത്. സൂറത്തു റഅദിൻ്റെ 82 അള്ളാഹു പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കും. അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും സമാധാനപൂർണമായ ജീവിതവും ശാശ്വതമായ സ്വർഗീയ ലോകത്ത് അധിവസിക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.